ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് പറ. നമ്മൾ ചന്തക്ക് പോവാണ്. അതെ, ചന്തക്ക് പോവാണ്. എന്താ ചെയ്യുന്നത്? നമ്മളിന്ന് ബിരിയാണി വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോവാണ്. അതെ, ഒരുക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നും എൻ്റെ ഒരുക്കല്ല, നിൻ്റെ ഒരുക്കാവോ? ഞാൻ ഒരുക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറി മുടിയോ തയ്ച്ചിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരുക്കിയിട്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങി മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങളിവിടെ ഓൾമോസ്റ്റ് എത്തി. ഇനി എന്താണെന്നുള്ളത് കാണാം. കമോ, ഇവളെ കഥ കണ്ടോ? അന്ന് ബ്രോക്കോളി വാങ്ങിച്ചിട്ട് മൊത്തം കളഞ്ഞു. ഇപ്പോൾ അവൾക്ക് അത് കണ്ടിട്ട് ഭംഗി തോന്നുമ്പോൾ അത് വേണം. നിങ്ങൾ തന്നെ പറ, ഇതിന് എത്ര ആകുന്നല്ലാണ്ടെന്ന് പറയണ്ടേ. ഇവളിപ്പോഴും ബ്രോക്കോളീൻ്റെ പുറകെയാണ്. ഇവള് പോയി ബ്രോക്കോളീൻ്റെ വില എത്രയാണെന്ന് അതിൻ്റെ ഇടയ്ക്ക് ക്യാപ്സിക്കം ഒക്കെ നോക്കുന്നുണ്ട്. ബ്രോക്കോളീൻ്റെ വിലയും ചോദിച്ചു. വില ചോദിച്ചപ്പോൾ അവിടെ കൂടുതലാന്ന് അറിഞ്ഞപ്പം വേണ്ടാന്ന് പറഞ്ഞു. അടുത്ത കടയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ നെയ്ച്ചോറിന് അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ കറുവപ്പട്ട, കുരുമുളക്, ഗ്രാമ്പു അങ്ങനത്തെ സാധനങ്ങളാണ് നോക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചത് ബിരിയാണിക്കുള്ള നമ്മൾ ബിരിയാണി അരിയിലിടില്ലേ ഒരു ഇല, ആ ഇല. എനിക്ക് അതിൻ്റെ പേരറിയില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമ്മളെ നാട്ടിലുള്ള വെറുതെ കിട്ടുന്ന സാധനമാണ് ചാമ്പക്ക. പക്ഷേങ്കിൽ ഇവിടെ ആണെങ്കിൽ അവർ വിൽക്കുന്ന നല്ല പൈസക്കാണ് ഇവിടെ വിൽക്കുന്നത്. നമുക്കെല്ലാം വേണ്ടായിട്ട് ഇവിടെയെല്ലാം വിൽക്കുന്നതാണ്. ഇത്രയും പൈസക്കാണ് വിൽക്കുന്നത് ചോദിച്ചപ്പോൾ എത്രയോ പറഞ്ഞു അവർ. 1 കിലോന് 60 അങ്ങനെ എന്തോ പറഞ്ഞു. നീನು ഇവള് പിന്നെയും ഒരു ബ്രോക്കോളി കണ്ടപ്പം പിന്നെയും ബ്രോക്കോളി കടയിൽ പോയി. എന്നിട്ട് ചോദിച്ചപ്പോൾ കുറച്ച് വിലക്കുറവേനു. എത്രയാണ്? 20 40 അപ്പം അവൾക്ക് സന്തോഷമായി. പിന്നെ കൂട്ടത്തിൽ 2 ക്യാപ്സിക്കം. പിന്നെ ഇപ്പോൾ ഉള്ളിയും കാര്യങ്ങളെല്ലാം നോക്കലാണ്. ഉള്ളിയും വെളുത്തുള്ളിക്കെല്ലാം നല്ല പൈസയാണ്. എത്രയാണെന്ന് വെച്ചാൽ 700 രൂപയാണ് പറയുന്നത്. 250 ഗ്രാമിന് എത്രയാ? 200 രൂപ അങ്ങനെയാണ് അവർ പറയുന്നത്. അങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് നടക്കുമ്പോൾ ഒരു കരിമ്പൻ ജ്യൂസ് കട ഉണ്ട്. കരിമ്പൻ ജ്യൂസ് കട കണ്ടാൽ നമുക്ക് പൊതുവേ എന്തെങ്കിലും കണ്ടാൽ നമുക്ക് എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ തോന്നുമല്ലോ. അപ്പം അങ്ങനെ പോയി ഒരു കരിമ്പൻ ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുക. ഇനി നമുക്ക് വാങ്ങേണ്ടത് എന്താണ്? പച്ചമുളക്, ഇഞ്ചി, പിന്നെ മല്ലിയിലയുണ്ട്. പുതിന വേണോ? മല്ലിയില ഉണ്ടല്ലേ? പുതിന നോക്കിയിട്ട് വേണമെങ്കിൽ മേടിക്കാം. ഞങ്ങളിപ്പോൾ കരിമ്പ് ജ്യൂസെല്ലാം കുടിച്ച് നടക്കലാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാരെല്ലാം നമ്മൾ വേറെ നാട്ടിൽ നിന്ന് വന്ന പോലെ നോക്കുന്നത്. നമ്മളെ പൊട്ടക്കളി കാണണം. അതെ, നമ്മൾ വേറെ നാട്ടിൽ നിന്ന് വന്നെയാണെങ്കിൽ നമ്മളെ പൊട്ടക്കളി കൊണ്ട് ഇവരെല്ലാം നമ്മളെ നോക്കുന്നുണ്ട്. അതെ, 20 40 എന്ന് പറഞ്ഞാൽ 40 20 ഇവർ മുറിക്കുന്ന കാണാൻ നല്ല ഭംഗിയില്ലേ? പെട്ടെന്ന് മുറിച്ച് പെട്ടെന്ന് വൃത്തിയാക്കി തന്നിട്ട് അവര്. ഒരു മൂഞ്ച അവസ്ഥയായിപ്പോയി. കാരണം ഇവള് കേട്ടത് 40 എന്നാണ്, പുള്ളിക്കാരൻ പറഞ്ഞ 140 എന്നാണ്. പക്ഷെ കട്ട് ചെയ്തിലും കഴിഞ്ഞപ്പോൾ അത് പറയുന്നത് ആദ്യം വിചാരിച്ച് 40 ആയിരുന്നു. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 140 ആയിരുന്നു. 140 റുപ്യ പോയി കിട്ടിയാണ്. ഒരു പൈനാപ്പിളിന് 140 റുപ്യൻ്റെ ഭഗവാന്. അത് ജ്യൂസ് പോലും അല്ല, സ്വർണ്ണം വിൽക്കുന്ന ഇവര്. ഭയ്യ കിतना था? कितना है? 10 ए वाला. എന്തിനാ നിനക്ക് ഇത്രയും പുതിന? ചമ്മന്തി ഉണ്ടാക്കാറ് ഈശ്വരാ, വേഗം പോവാ. नहीं सीधे खेल प्लेन चाहिए लेमन हनी इडली लेमन हनी दिया. നാളെ രാവിലെ തൊട്ട് ഞാൻ തുടങ്ങാൻ പോവാണ്. കാണാം എൻ്റെ ഡയറ്റ്, എൻ്റെ ഷുഗർ കട്ട്. നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. ഇനി ബാക്കി വീഡിയോ ഹൗസിൽ പോയിട്ട് കാണാം. ഇതോടെ എന്റെ കയ്യിലെ കാശ് മുഴുവൻ തീർന്നു കേട്ടോ. എന്റെ കയ്യിലും തീർന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ചെമ്മീൻ ബിരിയാണിയാണ്.
അപ്പൊ ഞങ്ങള് ചെമ്മീനുള്ള ഓർഡർ ചെയ്തത് ക്ലീൻ ആയി ഫ്രഷ് ഹോം ക്ലീൻ ആണെന്ന് വിചാരിച്ച ഓർഡർ ചെയ്ത് ക്ലീൻ ചെയ്ത് കിട്ടും. പക്ഷെ ഇത് വൃത്തിയായിട്ടില്ല. അപ്പൊ നമ്മള് വൃത്തിയാക്കലാണ്. പക്ഷെ ഒരു കാര്യമല്ല, എന്റെ വീട്ടിൽ പോകുന്ന ഇതുവരെ മീൻ നന്നാക്കിയിട്ടില്ല. ഇതുവരെ ഞാൻ നന്നാക്കിയിട്ടില്ല സത്യം പറഞ്ഞാല്. കണ്ടോ കഷ്ടപ്പാട് ഗൈസ്. ഇത്രയും സമയത്ത് ഇത്രയുമാണ് തോല് കളഞ്ഞ് വെച്ചേക്കുന്നത്. അത് സെറ്റ് ചെയ്യണം, റൈസ് ഉണ്ട് അത് സെറ്റ് ചെയ്യണം, ഇതെല്ലാം ചെയ്യണം. ഇനി ഇതൊന്നറിയില്ല. എന്തായാലും ഇനി ബാക്കി കാണാം. ഇവിടെയാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. കുറേ ഉള്ളിയും 3 തക്കാളി, പിന്നെ കുറച്ച് ഒരു പിടി പച്ചമുളകും, പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള കഴുകി ഉണ്ടാക്കാൻ വെക്കണം. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ആദ്യം ഉള്ളി വഴറ്റി മാറ്റി വെക്കണം. അതായത് ഒരു ബ്രൗൺ കളർ, അതായത് ഒരു ബ്രൗണിഷ്, നമുക്കറിയാലോ ബിരിയാണീൻ്റെ മുകളിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഞങ്ങളത് എടുത്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് സെയിം ഇതിൽ തന്നെ ഞങ്ങൾ നമ്മളെ കശവണ്ടി ഇല്ലേ അതിങ്ങനെ വറുത്തു. അതൊരു ബ്രൗൺ കളറാകുമ്പം അതും മാറ്റി വെച്ചു. പിന്നെ ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഞങ്ങൾ മുന്തിരിങ്ങ ഇട്ടു. മുന്തിരിങ്ങ ഒരു ബലൂൺ ഷേപ്പ് ആകുന്നവരെ നിൽക്കുന്നുള്ളൂ. അത്രയും മതിയെന്നാണ് തോന്നുന്നത്. ഇനിയാണ് നമ്മളെ മെയിൻ ഐറ്റം, അതായത് നമ്മൾ റൈസ് ആദ്യം ഉണ്ടാക്കണം. അപ്പോൾ റൈസിന് വേണ്ടിയ സാധനം കുരുമുളക്, ഏലക്ക, സ്റ്റാറിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല, പിന്നെ കറുവപ്പട്ട, പിന്നെ ഗ്രാമ്പു. ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടി എടുത്തത്. അത് നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ടാണ് പിന്നെ സാധനം വെക്കുന്നത്. ഇതാണ് ഗൈസ്, പാളിപ്പോയി, ഫ്ലോപ്പായി, അട്ടർ ഫ്ലോപ്പ്. ഇനിയിപ്പോൾ ഇവിടെ വൃത്തിയാക്കട്ടെ. പശുവിൻ്റെ പുറത്ത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഈ വിവരമില്ലാത്തവൾ എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ? ഉല്ലുക്കപ്പട്ട. ഉല്ലുക്കപ്പട്ട ദഹനെ മൂട്ട് ആകെ ചൽ. ഗൈസ്, അപ്പം ഞങ്ങൾ ചോറ് ഇങ്ങനെ റെഡിയായി വെക്കുന്നുണ്ട്. ഇനി കറിയല്ല, ജസ്റ്റ് മറ്റേ സാധനത്തിനുള്ള മീനിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ സാധനങ്ങിപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒന്നാണ്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഇപ്പം അതാണ് ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളുള്ളത് എൻഡ് സ്റ്റേജിലാണ്. ചെമ്മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മസാല കൂടി പ്രിപ്പയർ ചെയ്യുക, ഇതിനകത്ത് റൈസ് ഇടുക, ദമ്മിടുക, പിന്നെ മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. പക്ഷേ അത് കഴിഞ്ഞിട്ട് വലിയ ടാസ്ക്കാണ് ഇതെല്ലാം വൃത്തിയാക്കുന്നതെന്ന് വെച്ചാൽ. ഓള് കുളിക്കാൻ പോകുന്നുണ്ട്. ഓള് കുളിയിൽ നനയൊന്നും കഴിഞ്ഞിട്ടില്ല ഗൈസ്. എൻ്റെ കഴിഞ്ഞിട്ട് പോയാടുന്ന്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് തക്കാളി ഇടാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, പച്ചമുളകും പിന്നെ മല്ലിപ്പൊടിയും പേസ്റ്റാക്കി അരച്ച് വെച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ദമ്മിട്ട് ഇനി അടച്ചു വെക്കാൻ പോവാട്ടോ. പ്രോൺസിൻ്റെയോ മട്ടനോ? അപ്പൊ എന്തായിരിക്കും? ഫിഷല്ല. ആ കഴിക്കുന്നയാ? എഗ്ഗൊന്നല്ല. ചിക്കൻ അല്ല, ഫിഷ് അല്ല, മട്ടൻ അല്ല, പ്രോൺസ് അല്ല, പിന്നെ ഏതാ? ബീഫ് ഞാൻ കഴിക്കാറില്ല. ദമ്മ് പൊട്ടിക്കുമ്പോ കാണാം. നമ്മുടെ സഹോദരന് സർപ്രൈസ് കൊടുക്കാം. ಸರ್ಪ್ರೈಸ್ ಏನಿಲ್ಲ, ಏನು ಅಂತ ಹೇಳ್ತೀರ ನನಗೆ? നോക്ക്, പൊളിച്ചിട്ടാ? ಇಲ್ಲ, എനിക്ക് ഇപ്പോഴും മാറിയോ? ഇപ്പൊ പറയുമല്ലോ. അങ്ങനെ ഞങ്ങളെ ബിരിയാണി റെഡി. ഇത് ಮಾಡಿ ಮಿಕ್ಸ್ ಮಾಡಿ ಚಂದ. എങ്ങനെയുണ്ട് സാധനം? സൂപ്പർ. ഇഷ്ടായോ? സ്പൈസി ആൻഡ് ഡെലിഷ്യസ്. ഓക്കെ, ശരി ഗൈസ്, അപ്പോൾ see you in next vlog. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.